ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചക്കക്കുരു കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കാം. അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരു എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ. ആ ടിപ്സാണ് ഈ കാണിക്കുന്നത്. അതായത് ചക്കക്കുരുവിൻ്റെ തൊലി കളയാൻ ഭയങ്കര പ്രയാസമാണ്, പെട്ടെന്ന് തന്നെ ഒന്നും തൊലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇടികല്ല് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കല്ല് കൊണ്ട് ഒരൊറ്റ കുത്ത് ശക്തിയായിട്ട് കുത്തി കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള ചക്കക്കുരും കൂടെ വേഗം തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിത് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം മുഴുവനായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ചക്കക്കുരു കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇതാ ചക്കക്കുരു ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് നല്ല രീതിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു. അതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ചക്കക്കുരു ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം അതിൽ ചേർത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഈ കുക്കറിലുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതാ അതിലേക്കൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിലൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചക്കക്കുരു വേവിച്ചതും എല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും രണ്ടും കൂടെ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടെടുക്കാം. വറ്റൽമുളക് പൊടിച്ചതാണ്, അത് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്കക്കുരുവിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്. പിന്നെ ഉപ്പ് ഒരു അല്പം ഇട്ടെടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്ക് ലേശം കുറേശ്ശെ ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കുറേശ്ശെ ഇട്ടെടുത്ത് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെതോ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ വട്ടത്തിൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വട്ടത്തിലാണ് എടുത്തിട്ടുള്ളത്, ഇതുപോലെയാണ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ അത് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് നമുക്കിതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3 എണ്ണം ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇതാ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം.
അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ എണ്ണയിൽ തന്നെ മറ്റുള്ളതും ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു അടിപൊളി സ്നാക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. വേഗം ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ.